ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. ഗൈസ്, ഒരു കിട്ടിലുമ്പോഴത്തെ സ്കോഡ് റാങ്ക് വെച്ചാൽ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താ ഗൈസ്, അഗ്രസീവായിട്ട് കളിക്കാൻ വേണ്ടി ഞാൻ സിജോ ചേട്ടൻ, സരസു, റൈസർ എല്ലാം കൂടെ കളിക്കുന്ന കിട്ടുമ്പോഴത്തെ മാച്ച് കേട്ടോ. എന്തായാലും ഗൈസ്, ബോൾ ആപ്പിൽ ഇറങ്ങി തേർത്ത് തൂത്തുവാരി മാക്സിമം ഗൈസ് ബോയി അടിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മൾ നേരെ മില്ലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഞാൻ ലൈറ്റ് ഡ്രോപ്പ് ആണ്. നമ്മുടെ സിജോ ചേട്ടനും സരസു എല്ലാം ഉണ്ടല്ലോ ഓൾറെഡി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങി ആദ്യം തന്നെ ഗണ്ണും കിട്ടും കേട്ടോ. എന്തായാലും അവന്മാരുടെ കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗണ്ണും കിട്ടത്തില്ല. അവന്മാർ ഇന്നലെ പട്ടി അടിയും കൊണ്ട് ഓടേണ്ട വരും, നിക്കറിൽ ഓട്ട വീഴും. സോ അതുകൊണ്ടല്ലോ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നൈസായിട്ട് താഴത്തെ ഷെഡിന് അവിടെ ഇറങ്ങിയിട്ട് AUGയും അതുപോലെ MP5 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗണ്ണ് കൊണ്ട് എനിക്കൊന്നും തേങ്ങ കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം കേസ് എൻ്റെ പവറും അതേപോലെ കേസ് ഞാൻ പ്രാക്ടീസ് ചെയ്തതൊന്നും ഇതിലല്ലാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് കേസ് പവർ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. അവന്മാരുടെ കൂടെ തന്നെ നിന്നിട്ട് അവന്മാരുടെ കൂടെ ലൂട്ടും കല്ലൊക്കെ എടുത്ത് ഒന്ന് സെറ്റായിട്ട് മാത്രം ഫൈറ്റ് പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. ഓടി നോക്കുമ്പോഴത്തേക്കും ഒരു പെട്ടി കിട്ടി. അതിനകത്ത് എന്താ ഉള്ളത് നോക്കുന്ന കേസ് അതിനകത്തുണ്ടല്ലോ XM8 ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ UMP കിട്ടിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. കേസ് ഓക്കെ, രണ്ടും അത്യാവശ്യം അത്ര നല്ല ഗണ്ണൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. കെമയിലേക്ക് നോക്കുന്ന സ്ഥലത്ത് ഒരുത്തരെ കണ്ടു, അവന് XM8 നല്ല കിടിലം പോലെ ഡാമേജ് കൊടുത്തു. പക്ഷേ അസിസ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. കേസ് ഓക്കെ, എന്തായാലും നേരേക്ക് നോക്കുന്ന സമയത്ത് ഇനി ആൾക്കാർ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവന്മാരെ കയറി ചെന്നടിക്കണം. ഞാൻ പറഞ്ഞല്ലോ അഗ്രസീവ് ഗെയിം പ്ലേ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വല്ലപ്പോഴും ഞാൻ കുറച്ച് അഗ്രസീവായിട്ട് കളിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം കേസ് ഇന്ന് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓടി നോക്കുന്ന സമയത്ത് ബങ്കറിൻ്റെ അവിടെ നമ്മുടെ ഒരു വെന്റിലേഷൻ സൈഡ് നോക്കിയപ്പോഴത്തേക്കും അവിടെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളുണ്ടല്ലോ മില്ലേക്ക് ഇനി എനിമീസ് കാണും കേസ് ഉറപ്പാണ്. അവന്മാർ എവിടെയെങ്കിലും പതുങ്ങി നിന്നിട്ട് നൈസായിട്ട് കേസ് നമ്മൾ അടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നേരെ മലയുടെ മണ്ടയ്ക്ക് വലിഞ്ഞങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് താഴെയുള്ള എല്ലാവരെയും കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. എവിടെ നിന്ന് അടി വന്നാലും നമുക്ക് ആകുന്നാലും നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഞാൻ കയറി നിന്നാണ്. പറഞ്ഞു തീരുന്നതിന് മുമ്പേ നമ്മുടെ ടീംമേറ്റിനെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനാണ് ഈ മലയുടെ മണ്ടയ്ക്ക് എവിടെയോ ആണ് നിന്നിട്ട് നൈസായിട്ട് കേസ് വെടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ പാടെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അവരോട് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടല്ലോ നമ്മുടെ UMP വെച്ചിട്ട് കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ടീംമേറ്റ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഗ്ലൂ വാൾ പൊട്ടിച്ചപ്പോഴത്തേക്കും നേരെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ ഫസ്റ്റ് കില്ല് ഗൈസ്. ഓക്കെ, ഈ ഒരു മാച്ച് നമ്മുടെ ഫസ്റ്റ് കില്ല് നമ്മളോട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മാച്ച് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ല് ഏതാണ്, ഏറ്റവും പോർട്ടലായിട്ടുള്ള എനിമിയായിട്ട് നിങ്ങൾക്ക് ആരെയാണ് തോന്നിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വന്നിറങ്ങിയ പാടെ നോക്കുന്ന സമയത്ത് ഒരുത്തനാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ലോഞ്ച് പാഡിൻ്റെ അടുത്തൊന്ന് ലൂട്ടാനാണോ ലോഞ്ച് പാഡ് അടിച്ച് പോകാനാണോ എന്തിനാ നടത്തില്ല, ഒരു സ്റ്റെക്കിന് സ്റ്റക്കായി നിന്നു. വന്നിറങ്ങിയ പാടായിരുന്നു അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മുടെ രണ്ടാമത്തെ കില്ല് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഗൈസ്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1K ലൈക്ക് ആയാൽ മാത്രമേ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നിങ്ങൾ വിചാരിക്കും 1K ഒക്കെ പെട്ടെന്നായി വെച്ച് കള്ളൻ എന്നിട്ടാണ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നില്ല. സത്യം പറയാലോ കേസ് 1K ആയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പക്ഷേ കേസ് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ടൈമുള്ള സമയത്ത് മാക്സിമം വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊരു മൈൻഡ് കൂടെ പെട്ടെന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്കറിയാം കേസ് നിങ്ങൾ ഇന്നില്ലെങ്കിൽ നാളെ എനിക്ക് 1K ലൈക്ക് തരും. അതെനിക്കൊരു എന്താണ് വിഷമമൊന്നും ആയില്ലെങ്കിലും കണ്ണീര് തുടച്ചിട്ട് പറയട്ടെ, എന്തായാലും വിഷമമൊന്നും ആയില്ലെങ്കിലും നിങ്ങൾ എനിക്ക് തരുമെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേസ്. ഓക്കെ, ആ വീഡിയോ കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ആ വീഡിയോ കാണുന്ന സമയത്ത് പിന്നെ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന സമയത്തും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ കേസ്. പിന്നെ കിടിലമ്പോഴത്തെ മാച്ച് ആയതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. മാക്സിമം ലൈക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എല്ലാ വീഡിയോസിനകത്ത് മാക്സിമം ഞാൻ ഇപ്പോൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് റിഡീം കോഡ് ഗൈസ്. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നൈസ് കേസ് റിഡീം കോഡ് കിട്ടുന്നതായിരിക്കും. അത് എങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എവിടെയാണ് വെച്ചിരിക്കുന്നത്, ബ്രോയിങ് താ ബ്രോ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരില്ലേ. സോ ഞാനായിട്ട് തരുന്നതൊന്നുമല്ല, വീഡിയോൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഹൈഡായിട്ട് ഒളിപ്പിച്ച് ചെറിയ അക്ഷരത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുന്ന സമയത്ത് അരിച്ച് പറക്കി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. അല്ല ഞാൻ തന്നെ നിങ്ങൾക്ക് DM അയച്ച് തരുന്നതൊന്നുമല്ല. സോ വീഡിയോ കാണുന്ന സമയത്ത് എവിടെയെങ്കിലും പെട്ടെന്ന് എഴുതി വരും. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തരുന്നത് ഞാൻ, കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്തം. സോ അതുകൊണ്ട് അതൊന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരാളൊക്കെ കിട്ടത്തുള്ളൂ വീഡിയോ കാണുന്നത്. സോ ഫസ്റ്റ് വീഡിയോ വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ ഈവനിങ് 5 മണിക്കായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു സമയത്ത് അലാറം വെച്ചോ അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നൈസായിട്ട് കേസ് അത് കണ്ടുപിടിച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഉള്ള കോയിനകത്ത് നൈസായിട്ടുണ്ടല്ലോ വന്നിട്ട് ആ ഒരു ബങ്കർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് M10-2ഉം അതേപോലെ കേസ് പരാഫലും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി പരാഫൽ നമുക്ക് അസ്വാട്ട് റൈഫിളിന് കുറച്ച് പവർ കൂടുതലുള്ള ഇവൻ്റാണ് ഇപ്പോൾ കറണ്ട്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരാഫൽ 99 കൊടുത്തിട്ട് വെയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. M10ൻ്റെ ചിപ്പ് ഞാൻ കൂടെ ടീംമേറ്റിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മുമ്പ് നോക്കുന്ന സമയത്ത് ഒരു എരിമിനെ കണ്ടു. അവനടിച്ച് നോക്കാക്കിയ സമയത്ത് ഞാനും അവിടെ വീണിട്ടുണ്ടായിരുന്നു. ഈ ചോദിച്ചാ പൊക്ക് ചോദിച്ചാ ആ കില്ലേലും കിട്ടട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ആ ഒരു കില്ലും കൂടി ഇട്ടുണ്ടായിരുന്നു. ആ കില്ലെടുത്ത സമയത്ത് തന്നെ ഉണ്ടല്ലോ നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു കാട്ടുപാടയാണെങ്കിൽ ഐറിസ് ഒക്കെ ഇട്ടിട്ട് കേസ് നമ്മളെ അടിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബങ്കറിനകത്ത് കയറി നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി മുമ്പിലും പുറകിലും മൊത്തം എനിമീസ് ഉണ്ടെന്നൊക്കെ. എന്തായാലും കേസ് അവന്മാർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അടിച്ചവിടെ ഉറക്കും. ഞാൻ എൻ്റെ പവർ ആകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. പവറായിട്ട് നൈസർ കേസ് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ഒരുത്തരാണെങ്കിൽ ആരുടെ കിടന്ന് ഇഴയുന്നതെന്ന് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. നൈസർ കേസ് കില്ലൊക്കെ കുമ്മാൻ നോക്കി. പക്ഷേ കേസ് നമ്മുടെ ടീംമേറ്റിൻ്റെ കില്ലായിരുന്നു, കാര്യം ഉണ്ടായിരുന്നില്ല. നൈസർ കേസ് മാഞ്ഞിട്ട് ഞാൻ ആ ഒരു ബങ്കറിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാര്യം മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലെ ഒരു കില്ലംപൊളിച്ച പ്ലെയർ പിന്നല്ല, നിങ്ങൾക്ക് തോന്നുന്നില്ലേ. സോ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞ്
കഴിഞ്ഞാൽ നമ്മുടെ ടീമിനൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ. അതുകൊണ്ട് കേസ് നൈസ് ഉണ്ടല്ലോ കുറച്ച് ലോങ് പിടിച്ചിട്ട് ലോങ് റേഞ്ച് അടിക്കാം. അതായത് കേസ് നമുക്ക് പരാഫലുള്ള വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ മാഞ്ഞു വന്നുകൊണ്ട് ഈ കാട്ടുവാൻ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവനെ അടിച്ച് നോക്കെടുത്തു കിടിലം പോലെ നൈസായിട്ട് കേസ് അവനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഐറിസിന്റെ മാർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചും ആടപാടെല്ലാം മൂഞ്ചും. സോ അതുണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ആ കാട്ടുവാരുടെ ഐറിസിന്റെ പവർ അങ്ങ് തീരട്ടെ വിചാരിച്ച് ഒരു സെക്കൻഡ് ഞാൻ ഹോൾഡ് ആക്കുന്നത്. നമ്മുടെ ടീമേറ്റ് അവിടെ ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന് വരുന്ന സമയത്ത് കേസ് ഒരു എനിമിനെ നൈസായിട്ട് കേസ് അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. അവന്മാരുടെ ടീമിനെയും കൂടെ കേസ് കിടിലം പോലെ അടിച്ച് വൈപ്പ് എടുത്തു. വേറെ ലെവൽ 6 കില്ല് 32 അലൈവ് 10 റേറ്റിംഗ് 1000 കോയിൻ കേസ് കയ്യിലൊക്കെ. അത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല കേസ്, ഞാൻ പറഞ്ഞില്ല ഞാൻ ഡയറക്റ്റ്ലി പോയി കില്ലെടുത്ത് അറ്റാക്ക് ചെയ്ത് റഷ്യം എന്നൊന്നും അല്ല പറയുന്നത്. എൻ്റെ ടീമിനെ അടിക്കാൻ വരുന്ന ഏതവനാണെങ്കിലും അവനെ അടിച്ച് തൊലച്ച് കളയും കേട്ടോ. എന്നാലും കേസ് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ക്യാരക്ടർ സ്കില്ലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല എൻ്റെ സ്കില്ലും എൻ്റെ ഗെയിം പ്ലേ സ്റ്റൈലും ആ ഒരു രീതിക്ക് ആക്കാനും കൂടെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മാത്രമല്ല കുറേ ആൾക്കാർ വേറെ കുറേ സ്കിൽ കോംബോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നു പറയുന്നുണ്ട്. ഓസ്കാർ, ഓറിയോൺ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഗെയിം പ്ലേ സ്കിൽ ആ ഒരു സ്റ്റൈലിലേക്ക് അത് ഞാൻ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. സപ്പോർട്ടിംഗ് എന്നുള്ളത് മാറ്റി വേറെ രീതിക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഇപ്പോൾ കറണ്ടിൽ ഞാൻ അത് മാറ്റാതിരിക്കുന്നത് കേട്ടോ. തൊട്ടുപോയി നോക്കുമ്പോഴത്തേക്കും ഒരുത്തവണ കേസ് പറന്നിറങ്ങുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു പീക്കിൻ്റെ ടോപ്പിലെ കേസ് വീടിൻ്റെ മേളിൽ അവിടെയും എനിമി നിൽക്കുന്നു കേട്ടോ. എന്തായാലും ആ മേലുള്ള എനിമിനെ എങ്ങനെ പിടിക്കാൻ വിചാരിച്ച് നൈസ് അടിക്കേസ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല അകത്തേക്ക് പോയവന്മാർ പുറത്തേക്ക് വരുന്ന വിചാരിച്ച് നൈസ് അടിക്കേസ് സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവിടെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അകത്ത് എനിമി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിയോച്ചേട്ടൻ ഒന്നും നോക്കിയില്ല. നേരെ കേസ് പവറൊക്കെ ഓസ്കാറിൻ്റെ പവറൊക്കെ ഇട്ടിട്ട് റഷ് ചെയ്ത് അകത്തേക്ക് കയറി. അവിടെ നല്ല ഗിടിലം പോലത്തെ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നൈസ് അടിക്കേസ് മാഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും എവിടെ ആൾക്കാരെവിടെ ഐശ്വരി ഇവിടെ ഇത്രയും ഫൈറ്റിങ്ങെല്ലാം നടന്നിട്ട് എനിമീനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷോക്ക് വിചാരിച്ച് നൈസ് അടിക്കേസ് ഞാൻ ഉണ്ടല്ലോ ഒന്ന് കറങ്ങി നോക്കി, ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുത്തനാണെങ്കിൽ നൈസ് കേസ് ഉണ്ടല്ലോ പുറകെ കൂടെ പോയിട്ട് അവനെ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് ആ കില്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് കേട്ടോ. എന്തായാലും ഈ മാച്ചത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മിക്കവാറുണ്ടല്ലോ അസിസ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ കില്ല് പോയതിൻ്റെ വിഷമത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു പാവാട ഇട്ട പെണ്ണ് അവൾക്കുള്ള കിടിലം പോലത്തെ ഹെഡ് ഷോട്ട് എം വെച്ച് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു വിഷമമൊക്കെ മാറി തീർന്ന് പോയി കേട്ടോ. സത്യം പറയാലോ ആ കില്ല് കിട്ടാൻ തന്നെ വിഷമമാക്കി എനിക്ക് ആ ഒരു ഹെഡ് ഷോട്ട് ഇടിച്ചപ്പോഴത്തേക്കും സത്യമായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ. എന്തായാലും ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് നൈസ് കേസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മൊത്തം 7 കില്ല് ഈ ഒരു മാച്ച് നമ്മൾ ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അഗ്രസീവായിട്ട് കളിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇത് തന്നെയാണ് ഗൈസ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അഗ്രസീവായിട്ട് കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് ഗൈസ് നമ്മുടെ ഐഡിയൽ നല്ല കിടിലം പോലത്തെ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു മാച്ച് അങ്ങനെ കളിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഗൈസ് നമ്മളുടെ RG റെജിസ്റ്റാർ ഉണ്ട്. അവൻ നോക്കുകയാണെങ്കിൽ അവനും എൻ്റെ അതേ സ്കില്ല് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ കളിക്കുമ്പോൾ സമയത്തുണ്ടല്ലോ എൻ്റെ ഇതേ മായുന്ന സ്കില്ലിട്ട് ഒരാൾ കളിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താണ് അവൻ എങ്ങനെ കളിക്കും ഇല്ലെങ്കിൽ അവൻ എത്ര സപ്പോർട്ട് ചെയ്ത് കളിക്കും എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കാര്യം ആ സ്കില്ല് അങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ആ ഒരു പച്ച സാധനമല്ല കേസ് അതിനകത്ത് ബഫ് കല്ലൊക്കെ മേടിച്ച് എല്ലാം മേടിച്ച് അറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കോയിൻ ഉണ്ടായിരുന്നില്ല. അപ്പാണ് കേസ് സരസ് വന്നിട്ട് ആ ഒരു പിഗ്ഗി ബാങ്കില്ലേ കേസ് മഞ്ഞ സാധനം അത് തന്നെ ഇവന്റ് കംപ്ലീറ്റ് ആക്കി എടുത്തത്. ഏതായാലും അത് നൈസായിട്ട് കേസ് ഇട്ടിട്ട് അത്യാവശ്യം കോയിനെ കല്ലൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 400 കോയിൻ നമ്മൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 400 അല്ല കേസ് ഓക്കെ 500 കോയിൻ നമുക്ക് ആയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ 7 കില്ല് 24 ലൈവ് 12.1 റേറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോഴേക്കും പീക്കിനകത്ത് നല്ല കിടിലം പോലത്തെ ഫൈറ്റ് ഉണ്ട്, അടി കിട്ടുന്നുണ്ട്. അതായത് പീക്കിനെ മണ്ടക്കില്ല കേസ് ആ വീടിന്റെ മണ്ടയ്ക്ക് ഒരുത്തരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാല് ഓടുന്നുണ്ട്. ഇവൻ നേരത്തെ കയറി നിന്നവനാണ്. നല്ല കിടിലം പോലത്തെ ലൂട്ടുകാരൊക്കെ എടുത്തിട്ട് ലോഞ്ച് ഒക്കെ അടിച്ച് ഇവിടെ കയറി നിന്ന് അത്യാവശ്യം കില്ലൊക്കെ എടുക്കാം, ആരും നമ്മളെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് നൈസ് അടി കേസ് വന്ന് നിന്നവനായിരുന്നു കേട്ടോ. എന്തായാലും അവനെ അടിച്ചെടുക്കാതെ നമുക്ക് ഇവിടുന്ന് മുമ്പോട്ട് ഓടി പറ്റത്തില്ല. കാര്യം എങ്ങനെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഓപ്പണിങ് നമ്മൾ കളിക്കും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയുണ്ടല്ലോ ആ മേളുള്ളവനെ പിടിക്കാൻ നൈസ് അടി സൈഡ് മാറി നോക്കിയിട്ടുണ്ട്. അതായത് അവൻ എവിടുന്നെങ്കിലൊക്കെ അത് ഏതെങ്കിലുമൊക്കെ സൈഡിൽ നിന്ന് തല പുറത്തിടും, നമ്മളെ അടിക്കാതെ വേറെ ആരെങ്കിലും അടിക്കുന്ന സമയത്ത് നമുക്ക് കില്ലെടുക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ലോങ് റേഞ്ചിലേക്ക് വന്ന് നോക്കി നിൽക്കുന്നത്. അതെൻ്റെ തലയാണോ അല്ലല്ലേ, അതൊരു പെട്ടിയായിരുന്നു കേസ് ഓക്കെ. അവൻ്റെ തലയെന്ന് വിചാരിച്ച് തന്നെ സ്കോപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും അവൻ പുറത്ത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ കൂടെയുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സരസ് വരുന്നുണ്ടായിരുന്നു. അവനും അവൻ്റെ ഗെയിം പ്ലേ സ്റ്റൈൽ കുറച്ചൊക്കെ മാറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അവൻ്റെ ഗെയിം പ്ലേ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. കാര്യം നേരെ പോയി അവന് അടിക്കുക കില്ലെടുക്കുക ചാവുക എന്നൊരു ഗെയിം പ്ലേ മാറ്റി അത്യാവശ്യം ഒന്ന് ഹോൾഡ് ചെയ്ത് അത് അവസാനം വരെ ചാവാതെ ഒന്ന് കളിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ നോക്കുന്നതുകൊണ്ടാണ് സരസു ആണെങ്കിൽ പോലും അത്ര റഷ് ചെയ്ത് കളിക്കുന്നത് കേട്ടോ. എന്തായാലും ഒരുത്തനാണെങ്കിൽ എൻ്റെ അതേ സ്കില്ലിട്ടിട്ട് നേരെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ എൻ്റെ മോനിൽ ഇത് എത്ര പേരുണ്ടോ എൻ്റെ പൊന്നു മൊത്തം ആൾക്കാരായിരുന്നു കേട്ടോ. എന്നാലും കേസ് പേടിച്ചിട്ട് ഞാൻ നേരെ സ്കില്ല് കല്ലൊക്കെ ഇട്ടിട്ട് നേരെ ആ ഒരു വെൻഡിങ് മെഷീനകത്ത് വന്നിട്ട് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാനാണ് ഫസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടെ നിന്ന് അടിക്കാവുന്നതുണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ 50-50 ചാൻസ് ആണ്. അതായത് ഒന്നെങ്കിൽ ഞാൻ അടിക്കും ഇല്ലെങ്കിൽ അവന്മാർ എന്നെ അടിക്കും. ആ ചാൻസ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അത്. അതുകൊണ്ട് നൈസായിട്ട് കേസ് ഞാൻ പവർ കല്ലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്താണ് റിവൈവ് ചെയ്യാനാണ് ഞാൻ നോക്കിയത്. സോ എൻ്റെ ക്യാരക്ടർ സ്കില്ലിൻ്റെ പ്രത്യേകത കൂടി അതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞാൻ കളിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല അവിടെ നോടി വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത്രയും കില്ലൊക്കെ മിസ്സായതല്ലേ അവിടെ ഒരു 2 കില്ലെങ്കിലും എടുക്കാലോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സിബിൻ്റെ വീട്ടിൽ നോക്കുമ്പോഴത്തേക്കും
ഒരുത്തനാണ് അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവനടിച്ച് നോക്കെടുത്തു. അവൻ നോക്കായപ്പോൾ എനിക്ക് മനസ്സിലായി അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഒരു കാട്ടുവാഴ പിന്നെയും വരും. എന്തായാലും അവൻ്റെ ടീമേറ്റ് വന്ന സമയത്ത് അവൻ്റെ ടീമേറ്റും കൂടെ അടിച്ച് നോക്കാക്കി അവിടെ ഉണ്ടായിരുന്നു. കില്ല് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകുന്നില്ല, കാര്യം കില്ല് അമ്മ റിവൈവ് ചെയ്തെങ്കിൽ റിവൈവ് ചെയ്തിട്ട് വിചാരിച്ച് നൈസ് ആയിട്ട് കേസ് നമ്മുടെ ടീമേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കേസ് മാക്സിമം ഞാൻ കില്ലല്ല നോക്കുന്നത്, എനിക്ക് ടീമേറ്റിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുകയില്ലേ, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ കേസ് അന്നാലും ആ 2 കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ട് മുമ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസ് ആയിട്ട് കേസ് വന്നിട്ടുണ്ട്, അവനെ കേസ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഗ്രനേഡ് നൈസ് ആയിട്ട് കേസ് എടുത്തെറിഞ്ഞു. അപ്പോഴത്തേക്കും സിയോചേട്ടൻ അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ മാച്ച് നോക്കുന്ന സമയത്ത് ടോപ്പ് 10 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൺ അവൈക്ക് ചെയ്ത് M10 കൂടെ അവൈക്ക് ചെയ്തിട്ട് നേരെ കേസ് ഒരു എനിമിനെ എൻ്റെ മോനെ ഡാമേജ് കൊടുത്തിട്ട് ആ കില്ല് എനിക്കല്ല കിട്ടിയത് കേസ്. ഓക്കെ 10 കില്ല് എന്നാണോ എനിക്ക് കാണിക്കുന്നത്, ആ കില്ല് എനിക്കല്ല കേസ്. ആ കില്ല് ഫിനിഷിൻ്റെ ആ ഒരു സാധനമല്ല കേസ്, മറ്റേ ആ ഒരു ലൂട്ട് വെട്ടി ഇങ്ങനെ ചെതറുന്നേ ആ കൂനൊക്കെ ചെതറി വരുന്നത്, അത് എനിക്കും സിജോചേട്ടനും ഒരേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കില്ല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് എനിക്കാണ് കിട്ടിയത്. കുഴപ്പമില്ല കേസ്, കുഴപ്പമില്ല, അത്യാവശ്യം 10 കില്ലൊക്കെ നമ്മൾ എടുത്തതല്ലേ. എന്നാൽ ടീമേറ്റ് എല്ലാവരും അലൈവാണ്, 11 പേര് സ്റ്റിൽ അലൈവുമാണ്. സോ നൈസായിട്ടുണ്ടല്ലോ, ഇനി ഒരു മാച്ച് ബോയി അടിച്ചാൽ പറ്റത്തുള്ളൂ, എന്നാലേ നമുക്ക് ഈ ഒരു മാച്ച് കിടക്കുമ്പോൾ നിങ്ങളെ കാണുന്ന സമയത്ത് പവറാക്കി എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ കേസ് അവസാനം വരെ നിങ്ങൾ കണ്ടു കേസ് എന്താ നടക്കുന്നത് വെച്ചാൽ കിളി വാരം കേട്ടോ. പിന്നെ മാത്രമല്ല എൻ്റെ അടുത്ത് മറ്റുണ്ടല്ലോ ആ ഒരു റോബോട്ട് ഉണ്ട് കേസ്, മറ്റേ ഒരു മിഷീൻ ഗണ്ണില്ലേ, ആ സോണും നമ്മുടെ തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മുമ്പിലേക്ക് ഓടുന്ന സമയത്ത് ഒറ്റ കാര്യം പറഞ്ഞുതരാം, അതായത് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി ഈവനിങ് 5 മണിയാകുമ്പോഴത്തേക്കും മാക്സിമം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ കേസ് വീഡിയോ ഒക്കെ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഒരു 1K അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ കാര്യമാണ്. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ മതി. പല ആൾക്കാരുടെ കേസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഇവനിപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ഒക്കെ ചെയ്യുന്നതിൽ ഒരു ലൈക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ, ഞാൻ അല്ലെങ്കിൽ വേറെ ആൾക്കാർ കൊടുത്തിട്ട് അത് 1K കംപ്ലീറ്റ് ആക്കിക്കോളും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ശോകമാണ്. നമ്മളോടൊക്കെ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ. കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരാണ് നമുക്ക് ലൈക്കൊക്കെ തരേണ്ടത്? സോ അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പണ്ടത്തെ പോലെ കേസ് എത്രാമത്തെ ലൈക്കാണ് നിങ്ങൾ ചെയ്യുന്നത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ 1000-ാമത്തെ ലൈക്ക് ചെയ്യുന്നവരാ, 100-ാമത്തെ ലൈക്ക് ചെയ്യുന്നവരാ എന്നൊക്കെ അറിയാൻ എനിക്കും ആഗ്രഹമില്ല കേസ്. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മുടെ വീഡിയോക്കകത്ത് ഡെയിലി നമ്മുടെ കമൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ലൈക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടും. സോ അത് വെച്ച് നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് പ്രയോറിറ്റി ആയിട്ട് അവരുടെ കമൻ്റൊക്കെ കാണും. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഡെയിലി ഈവനിങ് 5 മണിക്ക് ഞാൻ വീഡിയോ ഉണ്ടല്ലോ പ്രീമിയർ ആയിട്ടാണ് ഇടുന്നത്. അതായത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കുറേ ആൾക്കാരുടെ കൂടെ നമ്മുടെ വീഡിയോ ചുമ്മാ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും. ആ സമയത്ത് തന്നെ ലൈവ് ചാറ്റിലെടുത്ത് കമൻറ്റും ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് പ്രീമിയർ ആണ്, ലൈവ് അല്ല. അത് പിന്നെ ഓർക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനും ഉണ്ടായിരിക്കും നിങ്ങളുടെ വീഡിയോ പ്രീമിയർ കാണാൻ വേണ്ടി. സോ അവിടെ നമുക്ക് ചാറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നൈസ് അല്ലേ ഗൈസ്? നിങ്ങളുടെ കമൻ്റ് ഒക്കെ ഇടുന്ന സമയത്ത് തിളങ്ങി നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ പണ്ടത്തെ പോലെ ഗൈസ് കുറച്ച് അധികം കമൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതും എക്സ്പീരിയൻസ് പോയിന്റ് നോക്കിയിട്ടാണ്. അത് കൂടുതലുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് എനിക്ക് മുമ്പ് തെളിഞ്ഞു വരും. സോ അവർക്കൊക്കെ മാക്സിമം ഞാൻ ആദ്യം തന്നെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ കമൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് മാക്സിമം ലൈക്ക് കൂടെ ചെയ്തിട്ട് മാക്സിമം ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, ഹൈപ്പൊക്കെ ചെയ്ത് വിടാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാക്സിമം എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടത്തുള്ളൂ കേട്ടോ. സോ അതും സെറ്റാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും അവരൊരു ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ആയിരുന്നു. അവനാണെങ്കിൽ ബുഷൊക്കെ ഇട്ട് നേരെ തേരാപ്പായി ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും കേസ് ഇനി ഇഷ്ടം പോലെ എനിമി ഉണ്ടായിരുന്നു. ഒരുത്തനാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു മതിലിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ഞാനുണ്ടല്ലോ ആ ഒരു മെഷീൻ ഗൺ ഇട്ടു. പക്ഷേ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു എനിമി എൻ്റെ മോനെ ഏത് അടി അടിച്ചല്ലേ, ആ ഹെഡാണെന്ന് വിചാരിച്ചത്. പക്ഷേ കേസ് കുഴപ്പമില്ല, അവനെയും കടിച്ചാൽ കംപ്ലീറ്റ് ആക്കി. പകുതി ലൈഫ് കേസ് കയറുമ്പോഴത്തേക്കും ഞാൻ നോക്കായിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ എനിക്ക് കേസ് ഇത്ര ഒരുത്തരും കൂടെ ഒറ്റ 1-2 ആൾക്കാർ മാത്രമേ അലയുള്ളൂ. ആ ഒരു സമയത്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ കാറ് കീറി കൂവിയിട്ടുണ്ടായിരുന്നു. എന്നെ റിവൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് നേരെ കേസ് രജിസ്റ്റർ തന്നെ റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ. എന്തായാലും മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ അലൈവ് നോക്കി മൊത്തം 4 പേര് അലൈവ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു ലാസ്റ്റ് എനിമിയാണ്. അവനെ ആർക്ക് കിട്ടും കേസ്, അതാണ് ചോദ്യം കേട്ടോ. എന്തായാലും ആ ലാസ്റ്റ് എനിമീനെ ആരെടുക്കും എന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തൊപ്പിട്ട് മുമ്പ് നോക്കുന്നതേക്കും ഞാൻ അവൻ്റെ ഉണ്ടല്ലോ ആ ഒരു ടെലിപ്പോർട്ടിൻ്റെ സാധനം സാൻറ്റിനോടെ സാധനം പോകുന്നുണ്ട്. മറ്റോമാരാണ് എനിമീനെ അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കാറ്റുകാരാണെങ്കിൽ എന്തായാലും ടെലിപ്പോർട്ട് അടിച്ച് വരുമെന്ന്. നേരെ കേസ് M10 പിടിച്ച് അവനെ നേരെ നിന്ന് അവനെയും കടിച്ച് കംപ്ലീറ്റ് ആക്കി വിഷയം പോലത്തെ പോയ കേട്ടോ. എന്തായാലും കേസ് കിടുക്കം പോലത്തെ മാച്ച് ആയിരുന്നു. അതും 14 കില്ല് കേസ്. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കിടുക്കം പോലത്തെ വേറെ ലെവൽ വീഡിയോ ഇട്ടാണ്. അതായിരിക്കും ബൈ ഗായ്സ്.